ജീവിതത്തിൽ വേദന നൽകുന്ന അനേകം മുള്ളുകൾ ഉണ്ടാകാം. ദൈവം അനുവദിക്കുന്നതാണ് മുള്ളുകൾ. എന്തുകൊണ്ട് ദൈവം ജീവിതത്തിൽ മുള്ളുകൾ അനുവദിക്കുന്നു? പെനീനയുടെ കുത്തുവാക്കുകൾ ഹന്നായെ ആലയത്തിലെ പ്രാർത്ഥനക്കാരിയായി വളർത്തിയെടുത്തു. ഇയ്യോബിൻ്റെ ജീവിതത്തിലെ തീവ്രമായ മുള്ളുകൾ പൊന്നുപോലെ ഇയ്യോബിനെ പുറത്തു കൊണ്ടുവന്നു. ജോസഫിൻ്റെ പൊട്ടക്കിണറും പൊത്തിഫേറിൻ്റെ വീട്ടിലെ പ്രലോഭനങ്ങളാകുന്ന മുള്ളുകളും കാരാഗ്രഹവും ജോസഫിനെ മഹത്വത്തിലേക്ക് നയിക്കുന്ന ദൈവീയ പദ്ധതിയുടെ ഭാഗമായിരുന്നു. ആദിമസഭ പീഡനങ്ങളാകുന്ന മുള്ളിൽ കൂടി കടന്നുപോയതുകൊണ്ട് ലോകം മുഴുവന് സുവിശേഷം അറിയുവാൻ കാരണമായി. എണ്ണയിൽ ഇട്ട് കരിച്ച് പത്മോസ് ദ്വീപിലേക്ക് വലിച്ചെറിയപ്പെട്ട യോഹന്നാന് അവിടെയുള്ള ഏകാന്തതയും ഭയപ്പെടുത്തുന്ന അന്തരീക്ഷവും വേദന നൽകുന്ന കൂർത്ത മുള്ളുകളായിരുന്നെങ്കിലും അത് യോഹന്നാനെ സ്വർഗീയ വെളിപ്പാടുകൾ ദർശിക്കുന്നതിനിടയാക്കി. ജീവിതത്തിൽ വേദന നൽകുന്ന അനേകം മുള്ളുകൾ ഉണ്ടാകാം. ഏറ്റവും മഹത്തായ റോമാ പൗരത്വം നേടിയവനും വിദ്യാസമ്പന്നനും നിറപ്പകിട്ടാർന്ന ന്യായപ്രമാണ പാരമ്പര്യത്തിൻ്റെ ശ്രേഷ്ഠതയിൽ ഊറ്റം കൊള്ളുന്നവനുമായ പൗലോസ്, ജാതികളുടെ അപ്പോസ്തലനായ പൗലോസ്, രാപ്പകൽ കരയിലും കടലിലും സഞ്ചരിച്ച് തൻ്റെ ആയുസ്സിൽ അത്യന്തം അധ്വാനിച്ച് ഏഷ്യയിലും യൂറോപ്പിലും ധാരാളം ആത്മാക്കളെ നേടിയ പൗലോസ്, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും വരദാനങ്ങളും അറിഞ്ഞ പൗലോസ് പറയുകയാണ്, എൻ്റെ ശരീരത്തിൽ എന്നെ തീവ്രമായി വേദനിപ്പിക്കുന്ന ഒരു മുള്ളുണ്ട് എന്ന്. അത് നീങ്ങിപ്പോകാൻ പൗലോസ് പലതവണ പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവം അത് നീക്കിയില്ല. എന്തുകൊണ്ട് ദൈവത്തിൻ്റെ ദാസന് ദൈവം ഈ മുള്ള് അനുവദിച്ചു? അതിനുള്ള ഉത്തരം പൗലോസ് തന്നെ അവിടെ നൽകുന്നു. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ, അത് എന്നെ വിട്ടുപോകേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. 2 കൊരിന്ത്യർ 12:7-9 വരെയുള്ള വാക്യങ്ങൾ. അനുഗ്രഹങ്ങളുടെ ഉച്ചകോടിയിൽ നിൽക്കുമ്പോഴും ജീവിതത്തിൽ മുള്ളുകൾ ദൈവം നമുക്ക് അനുവദിക്കാറുണ്ട്. ജീവിതത്തിൽ പലർക്കും പലതരത്തിലുള്ള മുള്ളുകൾ ഉണ്ടാകാം. ഭവനങ്ങളിൽ വേദന നൽകുന്ന മുള്ളുകൾ ഉണ്ടാകാം. ജീവിത പങ്കാളിൽ നിന്നുള്ള മുള്ളാകാം. വളർത്തി വലുതാക്കിയ മക്കൾ ഒരുപക്ഷെ എന്നും വേദന നൽകുന്ന മുള്ളായി മാറിയെന്ന് വരാം. ജോലി സ്ഥലങ്ങളിൽ എന്നും വേദന നൽകുന്ന മുള്ളായി വർത്തിക്കുന്നവരുണ്ടാകാം. മരുമക്കളുടെ പെരുമാറ്റമോ അമ്മായിയമ്മയുടെ പെരുമാറ്റമോ എന്നും വേദനയുള്ള മുള്ളായി മാറാം. ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള വേദനകൾ മുള്ളുകൾ പോലെ കുത്തി നോവിക്കാറില്ലേ? ജീവിതത്തിൽ അനേകം ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളില്ലേ? ദൈവമേ, എന്തിന് ഈ മുള്ള് എനിക്ക് തന്നു എന്ന് പലതവണ ചോദിച്ചു പോയിട്ടില്ലേ? ഈ മുള്ളുകൾ നീങ്ങിപ്പോകുവാൻ ആര് കാണാതെ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടില്ലേ? എന്നിട്ടും മുള്ള് നീങ്ങിപ്പോയില്ലേ? കാരണം എന്താണ്? അവ നമുക്ക് ജീവിതത്തിൽ ദൈവം അനുവദിച്ചത് കൊണ്ടാണ്. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ജീവിതത്തിലെ മുള്ളുകൾ നീ കൃപയിൽ നിന്നും ചെളിക്കുണ്ടിലേക്ക് വീണു പോകാതിരിപ്പാൻ, നീ നിഗളിച്ചു പോകാതിരിക്കുവാൻ, നീ താഴ്മയുള്ളവനാകുവാൻ വേണ്ടി ദൈവം അനുവദിച്ചതാണ്. ഈ വേദനകളും ജീവിതത്തിലെ മുള്ളുകളെല്ലാം ആത്മീയ ജീവിതത്തിൽ അവസാന ശ്വാസം വരെ ആരോഗ്യത്തോടെ നിൽക്കുവാൻ ദൈവം അനുവദിച്ചതാണ്. അതുകൊണ്ട് ദാവീദ് ഇങ്ങനെ പറഞ്ഞു, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. മുള്ളുകൾ നമ്മെ ഒരിക്കലും തളർത്തുകയില്ല. പിന്നെയോ മുള്ളുകൾ നമ്മെ മാറ്റുള്ള തനിത്തങ്കമാക്കി മാറ്റും. അതിനാൽ മുള്ളുകൾ കയ്യിലേന്തി ദൈവത്തിന് സ്തുതിയും സ്തോത്രവും നന്ദിയും പ്രകാശിപ്പിക്കുകയാണ് വേണ്ടത്. കാരണം നമുക്ക് വേണ്ടി നമ്മുടെ മുള്ളുകളെ ശിരസിൽ വഹിച്ച അരുമനാഥനായ യേശു എന്നും നമ്മോട് കൂടെയുണ്ട്. ആ കൃപ ഒന്ന് മാത്രം നമുക്ക് മതി. ഏത് പ്രതിസന്ധികളിലും നമുക്ക് ഉറപ്പിച്ച് പ്രത്യാശയോടെ പറയാം, യേശുവേ, നിന്റെ കൃപ എനിക്ക് മതി. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com